ഹലോ ഗൈസ്, നമ്മുടെ സാംസങ്ങിൻ്റെ ഇവൻറ്റ് ഞാൻ മൊത്തം ഇരുന്ന് കണ്ടായിരുന്നു. സൂപ്പർ ഇവൻറ്റ് എന്നൊന്നും പറയാൻ ഇല്ല, കുഴപ്പമില്ലായിരുന്നു. എനിക്കറിയാം വീഡിയോ അല്പം താമസിച്ചു, എന്ത് ചെയ്യാൻ. പിന്നെ ഞാൻ മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സാംസങ്ങിൻ്റെ S24 സീരീസിൽ വരുന്ന മാറ്റങ്ങളെ പറ്റി. സെയിം സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ വന്നത്, വലിയ വ്യത്യാസമൊന്നുമില്ല. അതിലൊരു ഡൗട്ട് പറഞ്ഞിരുന്നത് ഇപ്പം സത്യമായിട്ട് വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് സാംസങ്ങിൻ്റെ 3 ഫോണുകളെ പറ്റി സംസാരിക്കാം. സാംസങ് ഗാലക്സി S24, S24 പ്ലസ് ആൻഡ് S24 അൾട്ര, പിന്നെ നമ്മുടെ AI-യും. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഡിസൈനിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ വലിയ മാറ്റമൊന്നും അണ്ണന്മാർ കൊണ്ടുവന്നിട്ടില്ല, ആപ്പിളിനെ പോലെ തന്നെ. പിന്നെ iPhone 15 Pro ആൻഡ് Pro Maxൽ കണ്ട ആ ഒരു ടൈറ്റാനിയം ഫ്രെയിം ഇവിടെ S24 അൾട്രയിലും വരുന്നുണ്ട്. അത് കോപ്പിയൊന്നുമല്ല, ഈ മറ്റേ ചെറുതായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ഒക്കെ കുറഞ്ഞ് കിട്ടും. പിന്നെ കളർ, അതിപ്പോൾ അങ്ങനെയൊന്നുമില്ല, കളർ ആർക്കും വേണമെങ്കിലും എടുക്കുക. പിന്നെ പ്രൈസ്, അത് ആപ്പിളിൻ്റെ കൂടെ തന്നെ സാംസങ് ഇപ്പോൾ എത്തുന്നുണ്ട്, കൂടെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിവേ, ആദ്യം തന്നെ ചെറുതിന്ന് തുടങ്ങാം. S24 ആൻഡ് S24 പ്ലസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉമ്മാരെയും ഡിസൈനിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല, ചെറുത് വലുത് S24ഉം S24 പ്ലസ് അത്ര തന്നെ. പ്രധാനപ്പെട്ട സാധനമായ പ്രോസസ്സറിലേക്ക് പോകുമ്പോൾ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ് അമേരിക്കയിലും കാനഡയിലും ചൈനയിലും ജപ്പാനിലും ഒക്കെ. നമുക്ക് വന്നിരിക്കുന്നത് Exynos 2400. അത് നമുക്ക് മാത്രമല്ല, ഇന്ത്യക്കും സൗത്ത് കൊറിയയ്ക്കും ബാക്കി ഉള്ള രാജ്യങ്ങൾക്കൊക്കെ Exynos 2400 ആണ് വന്നിരിക്കുന്നത്. നോർമൽ യൂസ് ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ സ്നാപ്ഡ്രാഗൺ 8 Gen 3 വരെ വെല്ലാൻ കഴിയുമായിരിക്കും ഈ Exynos 2400ക്ക്, പറയാൻ പറ്റില്ല. നാലും Exynos സ്നാപ്ഡ്രാഗൺ 8 Gen 3. പിന്നെ ഗൊറില്ല ഗ്ലാസിൻ്റെ വിക്ടസ് 2. S24ലേക്ക് വരുമ്പോൾ 6.2 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് ഡൈനാമിക് ആമോലെഡ് ഡിസ്പ്ലേ ആണ്, LTPO ടെക്നോളജി ഒക്കെ ഉണ്ട്. പിന്നെ S24 പ്ലസിലേക്ക് വരുമ്പോൾ 6.7 ഇഞ്ചസിൻ്റെ ക്വാഡ് HD പ്ലസ് ഡൈനാമിക് ആമോലെഡ് ഡിസ്പ്ലേ ആണ്, LTPO ടെക്നോളജി ഒക്കെ കിട്ടും. ക്യാമറയിലോട്ട് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ OIS ക്യാമറ, 12 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ്, 10 മെഗാപിക്സലിൻ്റെ 3x ഒപ്റ്റിക്കൽ സൂം, പിന്നെ 12 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ അത്രയൊക്കെ തന്നെ. പിന്നെ ബ്ലൂടൂത്ത് 5.3 IP68 ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്. S24ലോട്ട് വരുമ്പോൾ 4000 mAh ബാറ്ററിയാണ്, 25 വാട്ട്സിൻ്റെ അൾട്രാ പവർഫുൾ ഫാസ്റ്റ് ചാർജിങ് ആണ്, പിന്നെ 15 വാട്ടിൻ്റെ വയർലെസ് ചാർജ്, അങ്ങനെയൊക്കെയാണ്. ഇനി S24 പ്ലസിലേക്ക് വരുമ്പോൾ 4900 mAh ബാറ്ററി, 45 വാട്ടിൻ്റെ ചാർജിങ് ആണ്, 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്. സോ നല്ലത് S24 എടുക്കുന്നതാണ്, അല്ലെങ്കിൽ S23ലോട്ടും നോക്കാം. അടുത്തതായി S24 അൾട്ര. ഇവിടെയും ഡിസൈൻ ചേഞ്ച് വല്ല പൂത കണ്ണാടിയൊക്കെ വെച്ച് നോക്കിയാൽ കാണാൻ പറ്റുമായിരിക്കും. പിന്നെ പ്രധാനപ്പെട്ട സാധനമായ പ്രോസസ്സറിലേക്ക് പോകുമ്പോൾ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 3 ആണ് എല്ലാ രാജ്യത്തും ഒരേപോലെ. S24 അൾട്രയുടെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ കർവ്ഡ് ഡിസ്പ്ലേ എടുത്ത് വിള കളഞ്ഞിട്ട് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവന്മാർ കൊണ്ടുവന്ന മാറ്റം ചോദിക്കുകയാണെങ്കിൽ S22 അൾട്രയിൽ മറ്റേ സൈഡ് ഇങ്ങനെ കർവ് ചെയ്ത ഇതായിരുന്നു, S23 അൾട്രയിലോട്ടായപ്പം ബോക്സി ഡിസൈനാക്കി. ഇപ്പം S24 അൾട്രയിലോട്ടായപ്പോൾ കർവ്ഡ് ഡിസ്പ്ലേ എടുത്ത് മാറ്റി ഫ്ലാറ്റ് ഡിസ്പ്ലേ ആക്കി. പിന്നെ 6.8 ഇഞ്ചസിൻ്റെ ക്വാഡ് HD പ്ലസ് ഡൈനാമിക് ഐലൻഡാണ്, മറ്റേ ഡൈനാമിക് ആമോലെഡ് 2x LTPO ഡിസ്പ്ലേ ആണ്, വിത്ത് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റോട് കൂടി. ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടിയിട്ടുണ്ട്, 2600 നിറ്റ്സാണ് പീക്ക് ബ്രൈറ്റ്നസ്. ബെസൽസ് ഒക്കെ കുറച്ചിട്ടുണ്ട്. പിന്നെ ക്യാമറയിലോട്ട് വരുമ്പോൾ 200 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, 12 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ്, 50 മെഗാപിക്സലിൻ്റെ 5x ഒപ്റ്റിക്കൽ സൂം, പിന്നെ 10 മെഗാപിക്സലിൻ്റെ 3x ഒപ്റ്റിക്കൽ സൂം, മറ്റേ 10x എടുത്ത് മാറ്റി 5x ആക്കിയിരിക്കുന്നു. അടുത്ത മാറ്റം 12 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ. S23 അൾട്ര ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ലാണ് വരുന്നതെങ്കിൽ ഇവിടെ S24 അൾട്ര വരാൻ പോകുന്നത് അടുത്ത ജനറേഷനായ ഗൊറില്ല ആർമറിലാണ്. പിന്നെ 5000 mAh ബാറ്ററി. കളേഴ്സ് എന്ന് പറയുന്നത് ബ്ലാക്ക്, ബ്ലൂ അല്ല വയലറ്റ് ആണ്, ഗ്രേ, പിന്നെ യെല്ലോ, മഞ്ഞ. അപ്പോൾ ഇതൊക്കെയാണ് S24 അൾട്രയിൽ വന്ന അൾട്രാ ഫീച്ചേഴ്സ്. പിന്നെ 7 years OS അപ്ഡേറ്റ് ഒക്കെ തരുന്നുണ്ട്.
1UI 6.1 വരുന്നത്. അത്രയൊക്കെ തന്നെ. ഇതിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ S24ൻ്റെ ബേസ് വേരിയൻ്റ് ആയ 8GB റാം പ്ലസ് 256GB റോം വേരിയൻറ്റിന് 79,999 രൂപയാണ്. 1 രൂപയുടെ വ്യത്യാസം 80 ആവാൻ. S24 പ്ലസിലേക്ക് വരുമ്പോൾ ബേസ് വേരിയൻ്റ് ആയ 12GB റാം പ്ലസ് 256GB റോം വേരിയൻറ്റിന് 99,999 രൂപയാണ്. അതിൻ്റെ തൊട്ട് അടുത്ത വേരിയൻ്റ് എടുക്കുമ്പോൾ 1 ലക്ഷം. S24 അൾട്രയിലേക്ക് പോകുമ്പോൾ ബേസ് വേരിയൻ്റ് ആയ 12GB റാം പ്ലസ് 256GB റോം വേരിയൻറ്റ് 1,29,999 രൂപയാണ്. അവിടെയും 1 രൂപയുടെ വ്യത്യാസം 30 ആവാൻ. അപ്പോൾ ഇതൊക്കെയാണ് പ്രൈസിങ് ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ആപ്പിളിനെ പോലെ തന്നെ പിറകെ പിടിക്കുന്നുണ്ട്, പ്രൈസൊക്കെ കൂട്ടി. പിന്നെ AI പോകുമ്പോൾ സർക്കിൾ ടു സ്പീഡ് ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നിങ്ങളൊരു ആനയുടെ ഫോട്ടോ എടുത്തു, ആന എന്താണെന്ന് അറിഞ്ഞുകൂടെങ്കിൽ അതിനെങ്ങനെ സർക്കിൾ ചെയ്യുമ്പോൾ ഗൂഗിളിൽ ആ ഫോട്ടോ പോവും, എന്താണെന്ന് സെർച്ച് സംഭവം അത് സിമിലർ ആയിട്ടുള്ള സംഭവം എടുത്ത് തരും. സത്യം പറഞ്ഞാൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. പിന്നെ AI ക്യാമറ ഫീച്ചേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോവിഷൻ എൻജിൻ എന്നൊരു ഫീച്ചറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫോട്ടോയിൽ ഏതെങ്കിലും സബ്ജക്ട്സിനെയൊക്കെ വെട്ടിയെടുത്ത് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ മാറ്റി വയ്ക്കുക. നമ്മൾ S Pen വെച്ച് എഴുതുമ്പോൾ മിക്കവാറും കൂറ അക്ഷരമായിരിക്കും പറഞ്ഞത്. അതൊക്കെ ഇപ്പം ഇതുപോലെ നല്ല അക്ഷരമാക്കാൻ പറ്റും. പിന്നെ മൊത്തം ട്രാൻസ്ലേഷൻ്റെ കളിയാണ്. ലൈവ് കാൾ ട്രാൻസ്ലേഷൻ, വിളിക്കുമ്പം ട്രാൻസ്ലേറ്റ് ചെയ്ത് തരണത്, ചാറ്റ് ചെയ്യുമ്പം ട്രാൻസ്ലേറ്റ് ചെയ്യണത്. പിന്നെ നിങ്ങളുടെ അടുത്ത് വേറെ വല്ല ഭാഷയൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ വന്നിട്ട് ചളവള എന്ന് അലച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ക്യാമറ എടുത്തല്ല ഈ ഫോൺ എടുത്ത് ഇങ്ങനെ പിടിക്കുമ്പോൾ അവർ പറയണത് മാറ്റി വേറെ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. 13 ലാംഗ്വേജസ് ആണ് ഇതിലുള്ളത്. അതിൽ ഹിന്ദി ഉണ്ട്, മലയാളം ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സാംസങ് ഗാലക്സിയുടെ S24ൻ്റെ ആ ഒരു സീരീസ് അൺപാക്ഡ് ഈവൻറ്റ് ഇതിലൊക്കെ വന്ന സംഭവം. അപ്പം ഇതാണ് S24 സീരീസ്. അപ്പം നിങ്ങൾക്ക് S24 സീരീസ്, അതായത് S24 പ്ലസ് S24 അൾട്രയൊക്കെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.